ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. നമ്മളിന്ന് പോകുന്നതേ ഇടുക്കിയിലെ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് കേട്ടോ. തൊടുപുഴ. നദികളും മലകളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ മനോഹരമായ സ്ഥലമാണ് തൊടുപുഴ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നമുക്ക് തൊടുപുഴയ്ക്കുള്ള ബസ്സിൽ കയറിയിട്ട് നേരെ വിട്ടേക്കാം. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ട സമയത്തെ ഒരു വണ്ടി പോയതേ ഉള്ളൂ കേട്ടോ തൊടുപുഴയ്ക്ക്. അത് ഓർഡിനറിയാണ് പോയത്. അപ്പോൾ ഇവിടെ കോട്ടയം KSRTC സ്റ്റാൻഡിൽ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ബസ്സുകളെല്ലാം നേരെ നമ്മൾ യാത്രക്കാർ വെയിറ്റ് ചെയ്യത്തില്ലേ, ആ ഒരു ഭാഗത്തേക്ക് തിരിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റിംഗ് സ്ഥലത്തിരുന്നാലും ബസ്സുകളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ബോർഡൊക്കെ വായിക്കാം. അതിലും നല്ല സംഗതിയല്ലേ. ഞാനിപ്പോൾ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തൊടുപുഴ ബസ് പോയി കേട്ടോ. ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു. അതിൽ കയറി നേരെ പോയാൽ മതിയായിരുന്നു. ഏതായാലും 20 മിനിറ്റ് കൂടുമ്പം കോട്ടയത്തു നിന്ന് തൊടുപുഴ ഭാഗത്തൊക്കെ ഫാസ്റ്റ് ബസ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓർഡിനറിയും ഉണ്ട്. ഇപ്പോൾ തൊടുപുഴയ്ക്കുള്ള ഒരു ബസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. തൊടുപുഴ ഏറ്റുമാനൂർ പാലയ്ക്കുള്ള ഫാസ്റ്റ് പാസഞ്ചറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് നമുക്ക് വേഗം തൊടുപുഴയ്ക്ക് വിട്ടേക്കാം. നിൽക്കുന്ന ചേച്ചി അവിടെ മേലെല്ലാം പൊള്ളിയിരിക്കുകയാണ്. ഒരു മുഖത്തിൻ്റെ സൈഡിൽ നിന്ന് പൊള്ളിയിരിക്കുക, കയ്യും എല്ലാം പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബസ് അല്ലാതെ വെയിറ്റിംഗ് ഏരിയയുടെ നേരെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കും കേട്ടോ. പാലാ സെന്റ് തോമസ് കോളേജിലേക്ക് എത്തി കേട്ടോ. പാലാ സെന്റ് തോമസ് കോളേജാണ് കാണുന്നത്. കൊട്ടാരമറ്റമാണ് സ്ഥലം. ഇതൊരു പഴയ ബിൽഡിങ്സ് ഒക്കെ ധാരാളമുണ്ട്. ഓട് മേഞ്ഞ ബിൽഡിങ്സ് കേട്ടില്ലേ. ഇതൊക്കെ ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്സ് ഉണ്ട്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് കേട്ടോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നേരത്തെ ഇതൊക്കെ ഒരു മൈതാനമായിരുന്നു. ഞങ്ങളുകൊണ്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന മൈതാനമായിരുന്നു. അതെല്ലാം മാറി കേട്ടോ. ഒരു ദിവസം വന്നിട്ട് പാല ടൗണൊക്കെ ഒന്ന് കറങ്ങണം. കുറേ മാറിപ്പോയി പാല. കുറേ കാഴ്ചകൾ കാണാനുണ്ട്. പാല സെന്റ് തോമസ് സ്കൂളാവട്ടെ കാണുന്നത്. സ്കൂളിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. പഴയ ബ്രിട്ടീഷുകാർ പണിത് കേട്ടോ. പാലയിലെ മുനിസിപ്പൽ ലൈബ്രറി കേട്ടോ. പള്ളിയാണ്. ബസ്സിലിരുന്നുകൊണ്ടേ ആ കാഴ്ചകളൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. ഇറങ്ങി തന്നെ നടക്കണം, നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ബസ് തൊടുപുഴ ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. തൊടുപുഴ ടൗണിൽ കൂടി കേട്ടോ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഭാഗമാട്ടെ, തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഈ കാണുന്നു. തൊടുപുഴ ടൗൺ ഏരിയയിലെ കാഴ്ചകളാണ് കണ്ടുപിടിക്കുന്നത്. ടൗണിലൊക്കെ ആയിട്ട് ഭയങ്കര ട്രാഫിക് കേട്ടോ. വരുന്ന വഴിക്കൊരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല.
മൂവാറ്റുപുഴയ്ക്ക് വലത്തോട്ടെന്നുള്ള ബോർഡ്. നമ്മൾ തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന കേട്ടോ തൊടുപുഴ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ വന്ന ബസ്സായി കിടക്കുന്നത്. ഇപ്പോൾ സമയം 1:15 കേട്ടോ. ബസ് കുറച്ച് പതുക്കെയാണ് വന്നത്, അതുകൊണ്ടാണ് ഈ സമയത്ത് എത്തിയത്. അല്ലെങ്കിൽ ഒരു 12:30 ആകുമ്പോഴത്തേക്കും നമുക്ക് തൊടുപുഴ എത്തേണ്ടതായിരുന്നു. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഇവിടം വരെ 77 രൂപ കേട്ടോ ഫാസ്റ്റ് പാസഞ്ചർ. അപ്പം ഈ ഒരു തൊടുപുഴ ടൗണിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് ഉറവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ മലങ്കര ഡാമുണ്ട് കേട്ടോ. അപ്പോൾ മലങ്കര ഡാമിൻ്റെ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ മലങ്കര പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്നാ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് ടൗണിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഇല്ലേ, അപ്പോൾ ടൗണിൽ ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ ഉറവപ്പാറ എന്ന് പറഞ്ഞിട്ട് നല്ല ഉയരത്തിലുള്ളൊരു ക്ഷേത്രമാണ്, സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ, ഉറവപ്പാറയുടെ ഏറ്റവും മുകളിലായിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ പോയിട്ട് നമുക്ക് മലങ്കര ഡാമിൻ്റെ ഭാഗത്തൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. മലങ്കര ഡാമിലേക്ക് ഇവിടുന്ന് KSRTC ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് എപ്പോഴും ഇല്ല, പെട്ടെന്ന് ചെല്ലണമെങ്കിൽ പ്രൈവറ്റ് ബസ് കയറി പോകുന്നതാണ് എളുപ്പമെന്നാണ് ഇവിടുത്തെ അധികാരികൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതൊക്കെ ആ ഒരു ഉറവപ്പാറയുടെ ഭാഗത്തേക്ക് പോയേക്കാം. ഇവിടുന്ന് 3 കിലോമീറ്ററാണ് ഉറവപ്പാറയിലേക്കുള്ളൂ. ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വലിയൊരു ബിൽഡിങ് കേട്ടോ, ഹോട്ടലാണെന്ന് തോന്നുന്നു. ബേക്കറിയും ഹോട്ടലും ഒക്കെ ചേർന്നൊരു ബിൽഡിങ്ങാണ് കേട്ടോ അത്. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് കേട്ടോ. മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. പോകേണ്ടത് ഈ ഒരു ഡയറക്ഷനിലാണ് ആ പ്രൈവറ്റ് ബസ്സൊക്കെ പോകുന്നത്. ഈ കാണുന്നൊരു ഹോസ്പിറ്റൽ ജംഗ്ഷൻ കേട്ടോ, സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ. ഇടുക്കിക്കൊക്കെ പോകണമെങ്കിൽ നേരെ പോയാൽ മതി, ആ വഴിക്ക്. കോട്ടയത്തിനൊക്കെ പോയിട്ട് നേരെയാണ്. മൂലമറ്റം പോകണമെങ്കിലേ ഇടത്തേക്ക് പോകണം, കട്ടപ്പനയൊക്കെ ഇടത്തേക്കാണ്. ഇവിടെയായിട്ട് വാഴവിത്തിൻ്റെ കച്ചവടം കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടോ, അവിടെ ഒരു ധാരാളം വാഴവിത്തുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഞാനിപ്പം തൊടുപുഴ ടൗണിൻ്റെ ഭാഗത്ത് കാണുന്നുണ്ട് കേട്ടോ. KSRTC ബസ്സിൻ്റെ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ്, കറക്റ്റ് ടൗണിന് അടുക്കല്ല. ഞാനത് വഴിതെറ്റി തിരിച്ചു കാണുന്ന പോയി. അപ്പം ഈ KSRTC ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ നേരത്തെ ഇറങ്ങി വന്നത് കേട്ടോ. ഞാൻ ആദ്യം തെറ്റിയിട്ടേ, ഞാൻ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇടത്തേക്കായിരുന്നു പോകേണ്ടത് കേട്ടോ. നേരെ വലത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ആ ഒരു ഉറവപ്പാറ ലക്ഷ്യമായിട്ടാണ് ഞാൻ നടന്നത്. ശരിക്കും പറഞ്ഞാൽ ടൗൺ കാണാമെന്നല്ലേ ആദ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് കാണുന്ന വന്നിരിക്കുകയാണ്. ഇവിടെയായിട്ട് തൊടുപുഴ റിവർ ഒഴുകുന്നതാണ് കേട്ടോ. നല്ല ക്ലീൻ നദിയാണല്ലോ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പച്ചക്കറി കടകളൊക്കെ ഉണ്ട്, പച്ച മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇന്നിപ്പം മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നേ തൊടുപുഴ ടൗൺ റോഡിൽ കൂടി കേട്ടോ. ഇവിടെയായിട്ട് ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ, കാഞ്ഞിരമറ്റം എഴുതിയിട്ടുണ്ട്. അത് ഒത്തിരി ദൂരമാണെന്ന് അറിയില്ല, എന്നാലും ജസ്റ്റ് പോയിട്ട് വരാം. ആ ടെമ്പിളേ അടുത്തല്ല കേട്ടോ, 3 കിലോമീറ്റർ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ ജസ്റ്റ് അന്വേഷിച്ചായിരുന്നു, ഗൂഗിൾ മാപ്പിലായാലും അത് കാണിക്കുന്നില്ല. ഞാൻ തൊടുപുഴ മാർക്കറ്റിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുന്നു.
അവിടെ ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും കാണുമോ അറിയില്ല. ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ആ കാണുന്ന ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, നേരത്തെ കണ്ടില്ലേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്, അവിടെ നിന്ന് ഇടത്തേക്ക് പോകണം, മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ട്. ഇവിടെയും സവാളയ്ക്ക് 4 കിലോയ്ക്ക് 100 രൂപയാണ് കേട്ടോ. സവാളയ്ക്ക് വില കുറഞ്ഞില്ലേ, 4 കിലോ 100 രൂപ. കഴിഞ്ഞ ദിവസം കായംകുളത്ത് പോയപ്പോഴും ഇതുപോലെ തന്നെ റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഇവിടെയായിട്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കടയുടെ പേരാണ് കേട്ടോ, ഫാക്ടറി ഔട്ട്ലെറ്റ്. ആരും തെറ്റിദ്ധരിക്കണ്ട. പിന്നെയും വഴി തെറ്റി കേട്ടോ. നേരത്തെ ഞാൻ പോയ ആ മാർക്കറ്റിൻ്റെ ഭാഗത്തില്ലേ, അതങ്ങനെയല്ല പോകേണ്ടത്. അങ്ങോട്ട് പോകണമെങ്കിൽ പിന്നെയും ഞാൻ 1.5 കിലോമീറ്റർ നടക്കേണ്ടി വരും. തിരിച്ച് ഈ പാലത്തിൻ്റെ ഭാഗത്ത് കണക്കാണ്. ഈ പാലത്തിൻ്റെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കടന്നില്ലായിരുന്നോ, ആ ഒരു ട്രാഫിക് ഐലൻഡ് അവിടെ നിന്ന് വലത്തേക്കാണ് പോകേണ്ടത്. പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ കാണാം, ഈ തൊടുപുഴ റിവറിൻ്റെ അവിടെ ആയിട്ടൊരു KSRTC ബസ് ഇറക്കിയിട്ടുണ്ട്, ക്ലീനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ ഞാൻ ഈ പോകുന്ന മാർക്കറ്റ് റോഡിൻ്റെ ഭാഗത്തൊക്കെ കേട്ടോ. മൂലമരുതകളുടെ KSRTC ബസ്സാണ് കേട്ടോ പോയത്. അയ്യോ, അങ്ങോട്ട് പോകേണ്ട വണ്ടിയായിരുന്നു. കുഴപ്പമില്ല, പ്രൈവറ്റ് ബസ് ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ ആട്ടോ ഈ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കുള്ളൂ. വെജിറ്റബിൾ മാർക്കറ്റാണ്. ഈ ഭാഗത്തായിട്ട് മണ്ണിങ്ങനെ എടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. സെൻറ്ററിൽ കുറച്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം മാറ്റി കളഞ്ഞിരിക്കുക. അതെന്തിനാണാവും? ഇവിടേക്കൊരു ഭയങ്കര കയറ്റം കേട്ടോ. അതേതുണ്ടോ, ഞാൻ വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക. ആ മാർക്കറ്റിൻ്റെ ഭാഗത്തുള്ള വഴി തന്നെ ഇത്. ഈ ഒരു കയറ്റമേ, ഇത്രയും വലിയ കയറ്റമാണെങ്കിൽ ഉറവപ്പാറയുടെ കയറ്റം തന്നെ ആയിരിക്കും. നമ്മളീ പോകുന്ന വഴിക്ക് വലിയൊരു ചർച്ച ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്യട്ടെ, ആ ചർച്ച എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ആ പോകുന്ന ചേച്ചിയുടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഈ കാണുന്ന വഴിയും വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം, പിന്നെ അപ്പുറത്തെ വഴിയും പോകാമെന്ന് പറഞ്ഞു കേട്ടോ, നേരെ കാണുന്ന വഴി. അപ്പോൾ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി കേട്ടോ, തൊടുപുഴ. പള്ളി ഒരു വലിയ കുന്നിൻ്റെ മുകളിലായിരിക്കുന്നെന്ന് തോന്നുന്നു. ഞാൻ അകത്തൊക്കെ കയറുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് കൽവിളക്കൊക്കെ കാണാം കേട്ടോ. സ്വർണ്ണക്കൊടിയൂർ ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ റൗണ്ടാനായിട്ട് ഇവിടെ നിന്ന് നേരത്തെ കണ്ട വഴിയില്ലേ മാർക്കറ്റിലേക്കുള്ള, ആ വഴിക്ക് നമുക്ക് പോയേക്കാം. ആ ചേച്ചി പറഞ്ഞത് വഴി, അതും ഗൂഗിൾ മാപ്പിനകത്ത് നോക്കിയപ്പോഴും സെയിം ആണെന്ന് തോന്നുന്നു. പിന്നെ ആ വഴിക്കും പോകാമെന്ന് കേട്ടോ പറഞ്ഞു. ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഈ സൈഡിലായിട്ട്. നമ്മൾ വരുന്ന വഴിക്കുന്ന ധാരാളം കണ്ടു കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ലെന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ആയി കേട്ടോ. ഒരു മഴക്കാറിങ്ങോട്ട് വന്നിരിക്കുന്നു. പാറപ്പുറത്ത് കയറലൊക്കെ മുടങ്ങും. പോകുന്ന വഴി കയറ്റൂടെ കുഞ്ചക്കുന്നേൽ കാർഷിക നഴ്സറി കാണാം കേട്ടോ. കുറേ ഐറ്റംസ് ചെടികളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈ ഭാഗത്തെ ഇഷ്ടംപോലെ ആക്രിക്കടയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 2 കണ്ടായിരുന്നു. തേങ്ങാക്കടയൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുക. ചിലപ്പോൾ ചോറിനം പോയതായിരിക്കും. സമയം ഇപ്പം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ മാർക്കറ്റ് ഏറിയ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ ലോഡിങ് അൺലോഡിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കടകളും അടച്ചിട്ടിരിക്കുക കേട്ടോ. എനിക്കൊന്ന് ഹോൾസെയിൽ കടകളൊക്കെ ആയിരിക്കും. അവിടെ കുറേ എണ്ണം അടച്ചിട്ടുണ്ട്. അതൊക്കെ ഇതുണ്ട്, ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എന്താ സംഭവം? നല്ല ഉണക്കമീൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഉണക്കമീൻ മാർക്കറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ സ്മെല്ലായിരിക്കും ചിലപ്പോൾ കാറ്റടിച്ചപ്പം ഇങ്ങോട്ട് വന്നത്. മീനൊക്കെ വയ്ക്കുന്ന ഒരു ഏരിയ കേട്ടോ ഇത്. അപ്പം മത്തി, പിരിയൻ,
വാള, സിലോപ്പി അതിൻ്റെ എല്ലാം വില എഴുതി വെച്ചിട്ടുണ്ട്. മത്തിക്ക് 120. നമ്മുടെ അവിടുത്തേത് റേറ്റൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. നേരെ എതിരായിട്ടും ഇതുപോലെ മീനിൻ്റെയൊക്കെ കച്ചവടമാണ്. അപ്പോൾ ഇത് മീൻ മാർക്കറ്റിലോട്ട് വന്നു ഞാൻ. നല്ല മുകളിൽ കണ്ടേ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇടുക്കി ജില്ലയിലെ വലിയ ഒരു വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നാട്ടോ ഈ തൊടുപുഴ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും കേട്ടോ ഇവിടെ എല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ് കിട്ടുന്നത്. ഇതിലും പച്ചക്കറി കുറേ പച്ചക്കറി മേടിച്ചുകൊണ്ട് പോയാലെന്ന് ഞാൻ വിചാരിക്കാം. ഈ മാർക്കറ്റിൽ കൂടി കയറി ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴേ ഇവിടെ ഒരു ഗാന്ധി സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിൽ നിന്നാണ് കാണുന്നത്. ആ ഗാന്ധി സ്റ്റാച്ചുവിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വീഡിയോ കാണിക്കാം. നല്ലൊരു സ്റ്റാച്ചു കേട്ടോ. നല്ല ഗോൾഡൻ കളറൊക്കെ അടിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പാലയ്ക്കൊക്കെ ഞാനിപ്പോൾ വന്ന വഴിക്കാണ്. എറണാകുളം നേരെ അങ്ങോട്ട് വിട്ടാൽ മതി, വലത് സൈഡിലോട്ട്. ആ ഒരു ബോട്ടാണ് അവിടെ കാണുന്നത്. ഓ, എന്തോ ഒരു അപകടം പറ്റിയ ആളെ ഓട്ടോ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. വയറിൽ നിന്ന് ചോരയൊക്കെ ഒഴുകുന്നുണ്ട്. ഇവിടുത്തെ വലിയ പള്ളിയിലൊന്നായ സെൻറ് മേരീസ് ചർച്ച് ഈ തൊട്ടടുത്താണ്. ഈ ഗൂഗിൾ മാപ്പിൽ കാണിച്ച കേട്ടോ. രണ്ടാമത് സെർച്ച് നോക്കിയപ്പോൾ കണ്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആൾക്കാർ ചോദിച്ചപ്പോഴും പറയുന്നത്. ഒറ്റയാണ് നമുക്ക് ആ ഒരു ചർച്ചിൻ്റെ ഭാഗത്തിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞതേ സെൻറ് മേരീസ് ഫോറൈൻ ചർച്ചിൻ്റെ കാര്യം കേട്ടോ. അത് പക്ഷേ ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററോളം മാറിയാണ് ഗൂഗിൾ മാപ്പിനകത്ത് കാണിക്കും. നമ്മുടെ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്താൽ പറയും ചക്കര നടന്നാൽ മതി എന്ന് പറയും. നടന്ന് പരിപാടി തീരിക്കട്ടെ. ഞാനിവിടെ നിന്ന് 1 കിലോ ഏത്തപ്പഴം മേടിച്ചു കേട്ടോ. 50 രൂപയ്ക്ക് 1.5 കിലോ ഏത്തപ്പഴം തന്നു കേട്ടോ. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞാൽ എന്നാ വെച്ചാൽ യുദ്ധം നടക്കുന്നുണ്ടേ, കയറ്റുമതി നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഏത്തപ്പഴത്തിന് ഇത്ര വില കുറഞ്ഞെന്ന് പറഞ്ഞിട്ട്. യുദ്ധം വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ബസ് കയറി മൂലമറ്റത്തിൻ്റെ ഭാഗത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങോട്ട് പോകുന്ന ബസ് വരുന്നതാണ് എന്നോട് പറഞ്ഞത്.